ബിലാലെ, ഈ 25-ാം നോമ്പിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഒരു കാര്യം ആലോചിച്ചു നോക്കിയോ? നമ്മൾ നോമ്പെടുക്കുന്നു, ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, പക്ഷെ നമ്മുടെ നിസ്കാരത്തിന്റെ കാര്യം എന്താണ്? പലരും റമദാനിൽ പോലും നിസ്കാരത്തിൽ അശ്രദ്ധ കാണിക്കുന്നുണ്ട്. ശരിയാണ് സിറാജ്. സത്യത്തിൽ നിസ്കാരം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ നെടുന്തൂണാണല്ലോ. അത് ഉപേക്ഷിക്കുന്നവനെ കുറിച്ച് അള്ളാഹു നൽകുന്ന മുന്നറിയിപ്പ് എത്ര ഭയാനകമാണ്. ഖുർആനിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട്, മാ സലക്കക്കും ഫീ സഖർ, നിങ്ങളെ സഖർ എന്ന നരകത്തിൽ പ്രവേശിപ്പിച്ചത് എന്താണ് എന്ന് മലക്കുകൾ ചോദിക്കുമ്പോൾ അവർ നൽകുന്ന ആദ്യത്തെ മറുപടി എന്താണെന്നോ? ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല എന്നാണ്. സുബ്ഹാനല്ലാഹ്, നരകത്തിൽ പോകാനുള്ള ഒന്നാമത്തെ കാരണം നിസ്കാരം ഉപേക്ഷിക്കലാണെന്ന് ചുരുക്കം. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ജീവിതത്തിലെ ഒരു സംഭവം നീ ഓർക്കുന്നുണ്ടോ? അദ്ദേഹം മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ നടന്നത്. അബൂ ലുഅ്ലുഅ എന്ന ശത്രുവിന്റെ കുത്തേറ്റ് ചോര വാർന്ന് ബോധരഹിതനായി കിടക്കുകയാണ് ഉമർ റളിയല്ലാഹു അൻഹു. ആർക്കും അദ്ദേഹത്തെ ഉണർത്താൻ കഴിയുന്നില്ല. ഒടുവിൽ ഒരാൾ വന്ന് അദ്ദേഹത്തിന്റെ ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, നിസ്കാരത്തിന് സമയമായിരിക്കുന്നു. ആ വാക്ക് കേട്ടതും ബോധമില്ലാതെ കിടന്ന ഉമർ റളിയല്ലാഹു അൻഹു കണ്ണു തുറന്നു. എന്നിട്ടും അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ വാചകം എന്താണെന്നറിയുമോ? നിസ്കാരം ഉപേക്ഷിക്കുന്നവന് ഇസ്ലാമിൽ ഒരു ഓഹരിയുമില്ല. ചോര വാർന്നൊലിക്കുന്ന ആ അവസ്ഥയിലും അദ്ദേഹം എഴുന്നേറ്റു നിന്ന് നിസ്കരിച്ചു. അത്രമേൽ നിസ്കാരത്തെ സ്നേഹിച്ചവരായിരുന്നു അവർ. അതേ സിറാജ്, അത് ഏതൊരു വിശ്വാസിയുടെയും കണ്ണ് നനയിക്കുന്ന സംഭവമാണ്. എത്ര വലിയ പാഠമാണിത്. നമ്മൾ നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് നിസ്കാരം നീട്ടിവെക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് എത്ര വ്യക്തമാണ്. ബൈന റജുലി വ ബൈന ശിർക്കി വൽ കുഫ്രി തർക്കുസ് സ്വലാഹ്, ഒരാൾക്കും ശിർക്കിനും കുഫ്രിനും ഇടയിലുള്ള വ്യത്യാസം നിസ്കാരം ഉപേക്ഷിക്കലാണ്. അതായത് നമ്മുടെ വിശ്വാസത്തിന്റെ അടയാളം തന്നെ നിസ്കാരമാണ്. അതേ ബിലാൽ, പരലോകത്ത് അള്ളാഹു ആദ്യമായി കണക്ക് ചോദിക്കുന്നതും നിസ്കാരത്തെ കുറിച്ചായിരിക്കും. അത് ശരിയായാൽ മറ്റു കർമ്മങ്ങൾ രക്ഷപ്പെടും. ഈ റമളാനിൽ നമ്മൾ എടുക്കുന്ന ഏറ്റവും വലിയ തീരുമാനം ഇനി ഒരു വഖത്ത് നിസ്കാരം പോലും കളയില്ല എന്നതായി. പ്രിയ മുഅ്മിനീങ്ങളെ, അള്ളാഹു നമ്മുടെ നിസ്കാരങ്ങൾ അതബോടെയും ഖുശൂഅോടെയും നിർവഹിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഈ റമളാൻ അതിനൊരു കാരണവും തുടക്കവുമാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.